2 ദിവസം ഇതിലുള്ള റാവുജി പറഞ്ഞ പോലെ തന്നെ സോസം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ ട്രെയിനിങ്ങുകൾ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പുറത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം കുറച്ചുകൂടെ കുറേ കാര്യങ്ങൾ ഞാൻ 1-2 പോയിന്റ്സ് വേറെ സെപ്പറേറ്റ് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഐ നീഡ് ടു ഫോളോ. ഓക്കെ. അതുപോലെ തന്നെ ഈ അഫർമേഷനെ പറ്റി പറഞ്ഞതിൽ ഞാൻ 2007 മസ്കറ്റിൽ ചെല്ലുമ്പോൾ ഈദ് അവധിക്ക് പോയി ഞാൻ അന്ന് വാങ്ങിച്ചൊരു ബുക്കുണ്ട്, സ്പീക്ക് ലൈക്ക് എ CEO എന്ന് പറയുന്നത്. 2007 ഞാൻ വാങ്ങിച്ചത് സൂസന്നയുടെ ഒരു ബുക്കാണത്. ഞാൻ പറഞ്ഞ അന്ന് കുറച്ച് വളരെ പിള്ള കളിച്ച് സംസാരിക്കുന്നു എന്നുള്ളൊരു ഇതാണ് എനിക്ക് റിമാർക്ക് തന്നെ എൻ്റെ ഒരു മാനേജർ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബുക്കാണ് സൂസന്നയുടെ സ്പീക്ക് ലൈക്ക് എ CEO. അതിന്റെ പരാതി പെങ്ങളുടെ അടുത്തും വീട്ടിൽ നിന്നും പെങ്ങന്മാരുടെ അടുത്ത് വരുന്നു, നീ വളരെ ഹാർഡായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ഞാൻ ഗ്രോത്ത്, ലീഡർഷിപ്പിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്കുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എന്തുകൊണ്ട് 18 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ ഷിൻഡോ ആയാലും ഞാനായാലും ഇങ്ങനെ പലരും എന്തുകൊണ്ട് എത്തി എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ പറ്റുന്ന 1-2 റീസൺസ്. ഒന്ന്, വി ആർ സ്റ്റിക്ക് ഓൺ ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഞാൻ 2001 സ്റ്റാർട്ട് ചെയ്തത് ഓട്ടോമൊബൈലിലാണ്. 2020 ഇന്ന് നിൽക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. Then 2002 I realized എൻ്റെ എഡ്യൂക്കേഷൻ എന്നെ ലിമിറ്റ് ചെയ്തു. ഞാനൊരു ഗ്രാജുവേറ്റ് ആയിട്ടാണ് സാധാ എക്സിക്യൂട്ടീവ് ആയിട്ട് മഹീന്ദ്രയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റാണ്, ഈ ഗ്രാജുവേഷനുമായിട്ട് ഞാൻ ചെയ്താൽ മാക്സിമം പോയ ഒരു SM ആവാം. അന്ന് 1500 രൂപ ശമ്പളം, 1500 രൂപയാണ് അന്നത്തെ എൻ്റെ ശമ്പളം. പ്ലസ് അന്ന് 14 വണ്ടി വരെ ഒരു മാസം ഞാൻ വിറ്റിട്ടുണ്ട്. ഏകദേശം 22,000 രൂപ ഇൻസെന്റീവ് വാങ്ങിച്ച ജോലി ഞാൻ റിസൈൻ ചെയ്തു. 2 വർഷം ആദ്യം പലരും പറഞ്ഞു പാർട്ട് ടൈം MBA എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാർട്ട് ടൈം MBA എടുത്താൽ അവിടെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ക്ലാസ് റൂം സെഷൻസ് ആയി മിസ്. അതുകൊണ്ട് ഭാരത് മാതാ കോളേജിലെ സെൽഫ് ഫിനാൻസിൽ 2003-2005 MBA ബാച്ചിൽ ജോയിൻ ചെയ്ത് MBA എടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് 2 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ ചെയ്തത് ഓർഗനൈസേഷൻ സ്റ്റഡിയാണ്, ഫസ്റ്റ് ഇയർ പ്രൊജക്ട്. സെക്കൻഡ് ഇയർ പ്രൊജക്ട് ചെയ്തത് പർച്ചേസിംഗ് ബിഹേവിയർ ഓഫ് എ കൊമേഴ്സ്യൽ കസ്റ്റമർ ഇൻ കേരള. ഇങ്ങനെ ഓരോ പഠിച്ചതും എൻ്റെ ഇന്നത്തെ ഒരു ഈ മുജീബ് സാർ പറഞ്ഞ പോലെ ഒരു വിഷൻ വെച്ച് പഠിച്ചത് കൊണ്ടാണ് ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും 23, 25, 26 വയസ്സായ വളരെ യങ് ടാലന്റഡ് ആയ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ ടുമോറോ വിൽ ബി യുവേഴ്സ്. ഇന്ന് സ്ട്രാറ്റജി മീറ്റിംഗിൽ ഞങ്ങൾ 4-5 പേര് ഇവിടുത്തെ റോയൽ റേഞ്ച് ഇരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വന്ന് സ്ട്രാറ്റജി മീറ്റിംഗിൽ ഓരോ സെക്ഷന്റെ സ്ട്രാറ്റജി മീറ്റിംഗ് പ്രിപ്പയർ ചെയ്ത് മുജീബ് സാറിന് കൊടുക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ട് മുജീബ് സാർ വളരെ എന്താ പറയുക മിഷണറി ആയുള്ളൊരു ലീഡേഴ്സിനെ നമ്മൾ ലീഡർഷിപ്പ് നമുക്കുണ്ട്. അതാണ് മാനേജ്മെന്റിന്റെ ഒരു എംപ്ലോയിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. 18 കൊല്ലം വർക്ക് ചെയ്തിട്ട് അവിടുത്തെ MDയും തൊഴിലാളികളും അല്ലെങ്കിൽ അവരുടെ സെയിം പാർട്ട്നേഴ്സായി കണ്ടുകൊണ്ട് ഒരൊറ്റ ടേബിളിന് ചുറ്റും ഇരുന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് 18 ഇയേഴ്സിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത്രമാത്രം മിഷണറി ആയ ഒരു ഇതില് നമുക്കുള്ള ഗ്രോത്ത് അൺലിമിറ്റഡ് ആണ്. Sky is not our limit. More than that, we can go. Then why should we wait or why should we waste our energy time? Okay? ഒരിക്കലും മുജീബ് സാറിനോടും മാനേജ്മെന്റിനോടും ഉപരിയായി മുജീബ് സാറിനോടും നന്ദി. താങ്ക് യു.